ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം തൊഴുന്നത് ഭയങ്കര പ്രത്യേകത എന്ന് പറയാറുണ്ട്. എന്താ അപ്പോൾ പ്രത്യേകത? മനസ്സിലാക്കിക്കോളൂ. പ്രകൃതിയിൽ ശക്തമായിട്ടുള്ള ഊർജ്ജ ചൈതന്യങ്ങൾ, ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഊർജ്ജ ചൈതന്യങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന സമയമാണ് വെളുപ്പിന് 3 മുതൽ 5:30 വരെ സമയം. അതാണ് ബ്രാഹ്മമുഹൂർത്തം, സരസ്വതി യാമം എന്നൊക്കെ പറയാം. അപ്പോൾ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതൊരു 4:30 വരെ സമയമാവും. പക്ഷെ അതിനു മുന്നേ ക്ഷേത്രത്തിലെ താഴേക്കുടം വഴിയും കൊടിമരം വഴിയും ഈ ചൈതന്യത്തെ സ്വീകരിച്ച് ദേവചൈതന്യവുമായിട്ട് അവിടെ ലയിച്ച് അതവിടെ സ്പ്രെഡാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് അവിടേക്ക് വരണം, നിർമ്മാല്യ ദർശനം തൊഴണം. അപ്പോൾ ആ ചൈതന്യവും കൂടി ചേർന്നിക്കുന്ന എബണ്ടൻ്റ് എനർജി ഫോമായിരിക്കും അവിടെ ക്രിയേറ്റഡ് ആവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കുക, നല്ലതുപോലെ സാധന ചെയ്യുക, മന്ത്രജപം ചെയ്യുക, നല്ലോണം പ്രദക്ഷിണം വയ്ക്കുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ചെറിയ മാറ്റമല്ല, വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയപരമായിട്ടും മാറ്റങ്ങൾ സംഭവിക്കും. ഇത് ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കരുത്, നിങ്ങൾ ചെയ്ത് നോക്കുക. 21 ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ സ്വയമേ അനുഭവിക്കുക. നിങ്ങൾക്കില്ലേ ഒഴിവാക്കിക്കോളൂ. നന്ദി, നമസ്തേ.